സംഘപരിവാർ അജണ്ടകളിൽ നിന്ന് ബി.ജെ.പി. പിന്നോട്ടു പോകുമെന്ന് പ്രതീക്ഷയില്ലെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP. എന്നാൽ അജണ്ടകൾ നടപ്പിലാക്കുന്നത് പഴയപോലെ എളുപ്പമാകില്ലെന്നും ഹാരിസ് ബീരാൻ 24-നോട് പറഞ്ഞു. MP ആയ ശേഷം ആദ്യമായി സൗദിയിലെത്തിയ ഹാരിസ് ബീരാൻ ജിദ്ദയിൽ KMCC സ്വീകരണം നൽകി. പാർലമെന്റിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെങ്കിലും സംഘപരിവാർ അജണ്ടകളിൽ നിന്ന് ബി.ജെ.പി. പിന്നോട്ടു പോകില്ലെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP പറഞ്ഞു. എന്നാൽ നടപ്പിലാക്കാൻ സാധിക്കാത്ത വോട്ട് ലക്ഷ്യമാക്കിയുള്ള വാഗ്ദാനങ്ങൾ മാത്രമാണ് പ്രധാനമന്ത്രി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യം ഒരു വോട്ട്, ഏക സിവിൽ കോഡ് തുടങ്ങിയവ സമീപകാലത്ത് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം 24-നോട് പറഞ്ഞു. ജിദ്ദയിൽ KMCC നൽകിയ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. ഇപ്പോൾ സിവിൽ കോഡ് അടുത്ത് കൊണ്ടുവരുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല. കാരണം സർക്കാരിനുള്ള ധൈര്യം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഓരോ വിഷയത്തിലും സർക്കാർ അവരുടെ നയങ്ങളൊന്നും മാറ്റാതെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അവർക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെ പല അജണ്ടകൾ നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്നത് ബി.ജെ.പിക്ക് പഴയ പോലെ എളുപ്പമാകില്ലെന്നതിന് ഉദാഹരണമാണ് വഖഫ് ബിൽ എന്നും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ പറഞ്ഞു. പക്ഷേ ഒരു ബില്ല് കൊണ്ടുവന്ന്, പ്രത്യേകിച്ച് ഒരു ഭേദഗതി ബില്ല് കൊണ്ടുവന്ന് സാധാരണ രീതിയിൽ അന്ന് തന്നെ പാസ്സാക്കലും അതേപോലെ തന്നെ രാജ്യസഭയിൽ കൊണ്ടുവന്ന് അന്ന് തന്നെ പാസ്സാക്കലാണ് അവരുടെ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത്. വഖഫ് ബില്ലിന് മാത്രമാണ് അങ്ങനത്തെ ഒരു വ്യത്യാസം നമ്മൾ കണ്ടത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് വഖഫ് ബില്ലിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ JPC-യിലേക്ക് വിട്ട് JPC-യുടെ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അതിൻ്റെ ഭാവി വരുന്നത്. സഭയുടെ പുറത്ത് നിയമപരമായ ഇടപെടലാണ് ഇതുവരെ നടത്തിയത്. സഭക്കകത്തെത്തിയപ്പോൾ നിയമനിർമ്മാണ മേഖലയിലും ഇടപെടാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ഹാരിസ് ബീരാൻ പറഞ്ഞു. MP ആയ ശേഷം ആദ്യമായി സൗദിയിലെത്തിയ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന് ജിദ്ദയിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ 100 കണക്കിന് KMCC പ്രവർത്തകർ പങ്കെടുത്തു. പ്രസിഡന്റ് അബൂബക്കർ അരിമ്രയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് KMCC സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കിയ ഉദ്ഘാടനം ചെയ്തു. ഇസ്ഹാഖ് പൂണ്ടോളി സ്വാഗതവും ഷൗക്കത്ത് ഞാറക്കോടൻ നന്ദിയും പറഞ്ഞു. ക്യാമറമാൻ സാലിർ ബിയോടൊപ്പം ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.